നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഫേസ്ബുക്കിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഗിവ് അവേ ഉണ്ട്, അതിന് അഡ്രസ്സ് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് മറന്നേ പോയിട്ടുണ്ടായിരുന്നു, ഓർത്തിട്ടേ ഇല്ല അതിനെ പറ്റിയിട്ട്. ഇന്നിപ്പോൾ കൊറിയർ വന്നപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഒരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണെന്ന് വിചാരിച്ചിട്ടാണ് തുറന്നു നോക്കിയത്. തുറന്ന സമയത്ത് ശരിക്കും എഫ് എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു വേഗം അടച്ചു വെച്ചെന്നുണ്ട്. അങ്ങനെ അടച്ചു വെച്ച് എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുറക്കാം. ഇതിപ്പം ഈ ഒരു ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തുറന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഈ എഫ് കണ്ടു. ഈ എഫ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അപ്പം തന്നെ അടച്ചു വെച്ചു കേട്ടോ. ഏതോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഫേസ്ബുക്കിൽ നിന്നാണെന്ന്. അപ്പോൾ നമുക്കിതിങ്ങോട്ട് പൊക്കിയെടുക്കാം. ഇതാണ് ഫേസ്ബുക്കിൽ നിന്ന് വന്ന ഗിഫ്റ്റ്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഞാനിങ്ങനെ ജസ്റ്റ് തുറന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചു. എന്താണെന്നൊന്നും നോക്കിയില്ല. ഡിയർ ഫേസ്ബുക്ക് പാർട്ട്ണർ, വിഷിംഗ് യു ഫാമിലി ഹാപ്പി. ദീപാവലി ഗിഫ്റ്റ് ആട്ടോ. ശരിക്കും ഇത് ദീപാവലിൻ്റെ അന്ന് തന്നെ കറക്റ്റ് കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. സാധാരണ എനിക്ക് അങ്ങനെ ഗിഫ്റ്റൊന്നും കിട്ടാറൊന്നുമില്ല. അപ്പോൾ പിന്നെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഫ്ലാസ്കാന്ന് തോന്നുന്നു കേട്ടോ. യെസ്, ഫേസ്ബുക്കിൻ്റെ ഫ്ലാസ്ക്. ഇനി ഇതിലായിരിക്കും ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ച് കുടിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇതിൽ തന്നെ തിളപ്പിച്ച് വെക്കും. ഇനി കൊച്ചു ഫ്ലാസ്ക്, നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലാസ്ക്. പിന്നെ ഒരു ക്യാപ്പുണ്ട്, ഫേസ്ബുക്കിൻ്റെ ക്യാപ്പ്. ഓക്കെ, ഫേസ്ബുക്കിൽ നിന്ന് എഴുതിയ ക്യാപ്പ്. നട്ട്സിൻ്റെ ഒരു പാക്കറ്റ്. അയ്യോ, വരാനോ റോഷ്. ഞാൻ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ എനിക്കിന്ന് സ്വീറ്റ് കഴിക്കാൻ തോന്നുന്നു. ഞാൻ ഒരു സ്വീറ്റും ഉണ്ടാക്കിയില്ല. ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് ഫെറാറോ റോഷർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തുറന്നു നോക്കാം. ബാക്കിയെല്ലാ സാധനം നോക്കിയിട്ട് നമുക്ക് തുറക്കാം. പിന്നെ ഇതാ ഫേസ്ബുക്കിൻ്റെ ഒരു ടീഷർട്ട്. മിക്കവാറും സൈത്താറിന് ഇടാൻ പറ്റുന്നതായിരിക്കും തോന്നുന്നു. അല്ല, എനിക്കിടാം. കൊള്ളാം അല്ലേ, അടിപൊളി. പിന്നെ ദിയ. ഞാൻ ഇന്ന് ഇട്ട പോസ്റ്റില്ലേ, അതിൻ്റെ സെയിം ദിയ. നോക്ക്, ഇതേപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ പോസ്റ്റ് ചെയ്തത്. ഹാപ്പി ദീപാവലി എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, ഇന്ന് വേണേ കത്തിക്കാം. ഇതെങ്ങനെ ഇതിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ചിരിക്കുക. പിന്നെ ഇതെന്താ സാധനം? ഇത് മാഗ്നറ്റ് ആണ് കേട്ടോ. അത് എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെക്കാം. നല്ല ഫ്രിഡ്ജിൻ്റെ വിലയൊക്കെ ഒട്ടിച്ച് വെക്കാം. പിന്നെ ഇതാ ഫേസ്ബുക്കിൻ്റെ ഒരു കീ ചെയിൻ. അടിപൊളി കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. എനിക്ക് അങ്ങനെ ഗിഫ്റ്റുകളൊന്നും കിട്ടാറില്ല. അപ്പോൾ കിട്ടിയപ്പോൾ ഒരുപാട് ഗിഫ്റ്റ് എനിക്ക് കിട്ടി. പ്രത്യേകിച്ച് ദീപാവലി സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് കിട്ടി. ഇന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്കൊരു മധുരം കഴിക്കാൻ തോന്നുന്നു, എനിക്ക് ലഡു കഴിക്കാൻ തോന്നുന്നു ഒക്കെ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സ്വീറ്റ് കിട്ടി. അപ്പോൾ ഇതായത് നമ്മുടെ സ്വീറ്റ് പൊളിച്ചു നോക്കാം. കത്തി വെച്ച് കട്ട് ചെയ്യാം. ഫെറാറോ റോഷറിൻ്റെ കുട്ടി 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 ചോക്ലേറ്റ്സ് ആണ്. എങ്ങനെ സാനിറ്റൈസ് ചെയ്തത്? ഇത് സാനിറ്റൈസ് ചെയ്യുന്നത് എങ്ങനെയാ? എഴുതേ
കഴിക്കട്ടെ? കൈ തൊടുന്നില്ല. വേണോ അല്ലേ? പൊളിക്കണോ? പൊളിക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഒക്കെയാണ്. ഇത് നമുക്ക് മറ്റേ സോക്ക് ചെയ്യാം. കേക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് സോക്ക് ചെയ്യാം. പ്ലം കേക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് വന്ന ഗിഫ്റ്റ്. ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും 1 മാസമായിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോഴത്തേക്ക് ഈ ഒരു ഗിഫ്റ്റൊക്കെ തരാമെന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫേസ്ബുക്ക്. പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. തീർച്ചയായിട്ടും അതെ. കാരണം എന്താ വെച്ചാൽ 1 മാസമായിട്ടല്ലേ ഉള്ളൂ ഞാൻ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇനിയും സപ്പോർട്ട് ചെയ്യണം. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ചിക്കൂസ് ഡൈൻ പേജ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. അടിപൊളി കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഡാൻസ് ഒക്കെ കളിക്കാം. ഇന്ന് രാത്രി ദിയ കത്തിച്ച് കഴിയും. ചിക്കോടി ഇല്ലാത്തോണ്ട് കത്തിക്കുന്നില്ല. സാധാരണ നമ്മൾ കത്തിക്കാറുണ്ട് ദിയ. അപ്പം ഞങ്ങൾ രണ്ടുപേരല്ലേ എന്ത് കത്തിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനത്തെ പണിക്കൊന്നും പോകാറില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു ദീപാവലി നല്ല ഒരു ഹാപ്പി ദീപാവലി ആക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.